എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇതിലെ കൂടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് പാസ്സായി, നിങ്ങൾ പാസ്സായി അല്ലേ. ഒന്നങ്ങോട്ടോ സ്റ്റിയറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ വെള്ളത്തിൽ കിടക്കും. ഈ കച്ചറകൾ ഇവിടെ വന്നിട്ട് വർത്താനം പറയുന്നു. എല്ലായിടത്തും അവിടെ ഇവിടെ കേട്ട് ചെറിയ ചെറിയ. ഇതൊരു ആലപ്പുഴ വൈബില്ലേ? എന്ത് എന്നെയല്ല സിസിലിയാണ്. തെറ്റിച്ചാണെങ്കിലും കൊണ്ടുവന്നു. ഞാൻ തെറ്റിച്ചില്ല, കറക്റ്റ് തെറ്റിച്ചു ഗൈസ്. ഷടക്കൊന്ന് വഴി തെറ്റിക്കാൻ നോക്കി. Hello everyone, welcome back to my channel. അപ്പം നമ്മൾ ഇന്ന് യൂറോപ്പിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ നാളെയാണ് തിരിച്ച് സിഡ്നിക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഡെൽഫ്റ്റ് ഏരിയ, നെതർലൻഡ്സിലെ ഡെൽഫ്റ്റ് ഏരിയ, ഇവിടെ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ കവർ ചെയ്യാനാണ് പ്ലാൻ. ഇന്ന് കിങ്സ് ബർത്ത്ഡേ കൂടെയാണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. കിങ്ങിൻ്റെ ബർത്ത്ഡേ ആക്ച്വലി നാളെയാണ്, എന്നിട്ട് ഇന്നാണ് പക്ഷെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പം നമ്മൾ ഇന്ന് രണ്ടും കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഡെൽഫ്റ്റ് ഏരിയ മൊത്തം നമ്മൾ കാണുക. ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത്, ഇവിടെ സ്ട്രൂപ്പ് വൈഫിൾസ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം അത് നമുക്ക് ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ അത് മേടിക്കാനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സും ഫാമിലിക്കും തിരിച്ച് സിഡ്നിയിലോട്ട് പോകുമ്പോൾ നമുക്ക് മേടിച്ചുകൊണ്ട് പോകണം. അപ്പം നേരെ ഇപ്പോൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. കാരണം ഇന്ന് കിങ്സ് ബർത്ത്ഡേ ഉണ്ട്, കടകളൊക്കെ 2 മണി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നേരത്തെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ തീർന്നല്ലോ. അല്ലെങ്കിൽ ഈ സാധനം മേടിച്ചില്ലെങ്കിൽ പിന്നെ അതിനൊരു വിഷമാവും. പിന്നെ ഇവിടെ കിങ്സ് ബർത്ത്ഡേയുടെ പരിപാടികൾ എന്താണെന്നും ഈ ഡെൽഫ്റ്റ് ഏരിയയൊക്കെ നമ്മൾ ജസ്റ്റ് കാണുന്നത്, ദൂരോട്ടൊന്നും പോകുന്നില്ല, ഇവിടെയൊക്കെ തന്നെ. അപ്പോൾ ബാ, അമല ഇപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്ന കട അടയ്ക്കുന്നതിന് മുന്നേ സ്ട്രൂപ്പ് ഓപ്പിൾസ് മേടിക്കാനായിട്ടാണ്. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് സ്ലോ മോർണിംഗ് ആയിട്ടാണ് നമ്മൾ ഒത്തിരി റഷ് ചെയ്തില്ല. പിന്നെ രാവിലെ കേർട്ടൻ, അമലയുടെ റൂമിലെ കേർട്ടൻ നമ്മൾ ഇടുകയായിരുന്നു. അപ്പോൾ അത് നല്ല ഹൈറ്റിലാണേ. അപ്പോൾ അവൾക്ക് അത് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നല്ല ഹൈറ്റിൽ 2 പേരൊക്കെ വേണം. അവൾ ഒറ്റയ്ക്ക് ഇടുന്നത് അത്ര സേഫ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ, അങ്ങനെ ഇവർ 2 കൂടെ, അശ്വിനും അമലയും കൂടെ അതൊക്കെ ഇടുകയായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഇന്ന് ഈ കിങ്സ് ബർത്ത്ഡേ ഉള്ളത് നന്നായി, നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ കാണാമല്ലോ. ഇന്നലെ ഞങ്ങൾ അമലയുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ മീറ്റ് ചെയ്തില്ലേ. അപ്പോൾ അവിടെ ഓൾറെഡി കിങ്സ് ബർത്ത്ഡേയുടെ ഈവിൽ പാർട്ടി തുടങ്ങിയായിരുന്നു. എല്ലാവരും ഓറഞ്ചൊക്കെ ഇട്ടിട്ട് ഫുള്ള്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഓറഞ്ച് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് ഓർ ബ്ലാക്ക്, അതാണ് ഒരു തീം. നമ്മളിത് രണ്ടും പെടുന്നില്ല. എൻ്റെ ബർത്ത്ഡേ അല്ല, അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇടണ്ടേ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ മറ്റേ പുലിവാൽ കല്യാണത്തിനകത്തെ ലാലു അലക്സിനെ പോലെ ആയിരിക്കും, എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ മാത്രം ജാങ്കോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരും. അപ്പോൾ ഡെൽഫ്റ്റ് ഒരു നല്ലൊരു ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ ഒത്തിരി യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സിറ്റി അങ്ങനെ എന്താണ് ഇവിടെ പറയുന്നത്. ഒത്തിരി സ്റ്റുഡൻസ് ഉള്ളൊരു സ്റ്റുഡൻറ് സിറ്റി എന്നൊക്കെ പറയും. നല്ല രസമുള്ള ഏരിയ ആണേ. എല്ലായിടത്തും നോക്കിയാലും ട്യുലിപ്സ് ആണ്. ട്യുലിപ്സിന്റെ സോവിനീഴ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇതാണ് ഇവിടുത്തെ പള്ളി. നേരെയാണോ? ഓക്കെ, നല്ല രസമുള്ള പള്ളി അല്ലേ. ഓ, എന്തൊരു ഹൈറ്റാ! യൂറോപ്പിലെ പള്ളികളുടെയൊക്കെ ഹൈറ്റ് ഭയങ്കര കേട്ടോ. ഇതുവരെ കണ്ടതിൽ ഒരു ചെറിയ പള്ളി പോലും ഇല്ല. എന്തൊരു ഹൈറ്റാ നോക്കല്ലേ. ആ മണി നോക്കി. ഇന്ന് നല്ല വെതറാണ്, ഇന്നലത്തെ പോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. ഇത് ഇവിടുത്തെ സാറ്റർഡേ മാർക്കറ്റ് ആണേ. നോക്കിയേ, ബേസ്മെന്റ് പോലെ വെള്ളത്തിന്റെ അടുത്ത് സിഗ്നൽ. ഓ, ബോട്ടിന്റെ സിഗ്നൽ. ഒരു അരയന്നം. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര മോയ്സ്ചർ കേറില്ലായിരിക്കും അല്ലേ. നേരെ എടുത്ത് കിണറിട്ട് എടുത്ത് ചാടാനെന്തു. ഞങ്ങൾ ഇന്നലെ അമലയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട് ഇങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ വെള്ളത്തിന്റെ അവിടെയല്ല, പക്ഷെ ഈ ഒരു മോളില് ഈ ഒരു മോഡൽ ഇങ്ങനത്തെ
3 നിലയായിട്ടായിരുന്നു വീട്. ഒരു പ്രത്യേകതരം വീട്. ഇത് അതിലും ഒരു പ്രത്യേകതരം വീടാണല്ലോ. ഈ കടയാണ് സ്ട്രൂപ്പോഫൽസിന്റെ കട. അത്യാവശ്യം ഫേമസ് ആണ് വരും. അല്ല ഇതല്ല സ്ട്രൂപ്പോഫൽസ് ഇതല്ല. നമ്മളിപ്പോൾ പോകുന്നത് ചീസ് മേടിക്കാനാണ്. ആംസ്റ്റർഡാമിലെ ചീസ് നല്ല ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ചീസ് മേടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ഷോപ്പ് ചീസിൻ്റെ ആണേ. നമുക്ക് പോയി നോക്കാം. ആ ഒരു ചീസ് ഷോപ്പിലുണ്ടല്ലോ എന്തോരം വെറൈറ്റി ഓഫ് ചീസായിരുന്നു എന്നറിയാം. ഇപ്പോൾ ഇത് നോക്കിക്കുക, ആംസ്റ്റർഡാം, അനിയൻസ്, അസ്പെറാഗസ്, കോക്കനട്ടിൻ്റെ ചീസ്, പിന്നെ കണ്ടു ബിയറിൻ്റെ ചീസ്, പിന്നെ അങ്ങനെ കുറേ നമ്മൾ വിചാരിക്കാത്ത ഫ്ലേവറിലൊക്കെ, പിന്നെ ഗ്രീൻ പെസ്തോ, ഓർഗാനിക് ഗാർലിക്, അങ്ങനെ കുറേ ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു കേട്ടോ ചീസ്. പിന്നെ അത് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ടും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ കഴിച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഏജും പിന്നെ പ്രോസസ്സും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ആണ്. അടിപൊളി ചീസസ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് എല്ലാം നല്ല ചീസായിരുന്നു. ദേ ഈ കടയിൽ നിന്ന് കേട്ടോ മേടിച്ചത്. കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് മൊത്തം ചീസാട്ടോ. നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് ചീസ്. ഓസ്ട്രേലിയക്ക് ഇങ്ങനത്തെ ചീസ് കാര്യങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. പക്ഷേ കൺട്രി ഓഫ് ഒറിജിൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അത് വെച്ചിട്ട് നെതർലാൻഡ്സ് അതിനകത്ത് അവർ അപ്രൂവ് ചെയ്ത കൺട്രിയാണ്. അപ്പോൾ നമുക്കിവിടുന്ന് ചീസ് മേടിക്കുന്നതിന് കുഴപ്പമില്ല. ഇവരുടെ അപ്രൂവൽ ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ അവരുടെ സൈറ്റ്, നമ്മുടെ ഓസ്ട്രേലിയയുടെ സെക്യൂരിറ്റിയുടെ സൈറ്റും നോക്കി. അപ്പോൾ കുഴപ്പമില്ല, അപ്രൂവ്ഡ് ആണ്. 10 kg കൂടുതലൊന്നും മേടിക്കരുത്, അത്രേ ഉള്ളൂ. നമ്മൾ ആ പടം ഇച്ചിരി മേടിച്ചിട്ടുള്ളൂ. ഈ കിങ്സ് ബർത്ത്ഡേയും പിന്നെ സാറ്റർഡേയും കൂടെ ഒക്കെ ആയതുകൊണ്ട് തോന്നുന്നു ഭയങ്കര ആക്റ്റീവാണ്. നല്ല രസമുണ്ട്. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കോൺസേർട്സും കാര്യങ്ങളും. ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഭക്ഷണം കഴിക്കുന്നു, ആഘോഷിക്കുന്നു. പിന്നെ കുറച്ച് സ്ട്രീറ്റിൽ കുറച്ച് ആൾക്കാർ ഇതൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്ക് ചെയ്യുന്നത് പുതിയ എമേർജിങ് ആർട്ടിസ്റ്റുകൾ. വെരി പ്ലസന്റ് ഡേ. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ട് സ്ട്രൂപ്പോഫൽസ് ഉണ്ടാക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ട്രൂപ്പോഫൽസ് മേടിച്ചു. ഇതിനകത്ത് വേറെ വേറെ ഡിഫറെൻറ്റ് ടോപ്പിങ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ പാക്ഡ് മേടിക്കുന്ന പോലെയല്ല, ഇത് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഒരെണ്ണം കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രൂപ്പോഫൽസ് കിട്ടി. നട്ടല്ലയും കിറ്റ്കാറ്റും ആണ് ടോപ്പിംഗ് ആയിട്ട് പറഞ്ഞത്. ഒരെണ്ണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ട്രൂപ്പോഫൽസ് മേടിച്ചത് നല്ല. നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രൂപ്പോഫൽസ് മേടിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കൂടെ ഹാർഡാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഫ്രഷ് ആയിട്ട് ടോപ്പിങ്സ് ഉണ്ട്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയോണ്ടായിരിക്കും. എല്ലായിടത്തും ഫ്രഷ് ആയിട്ട് നിന്ന് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ഇവിടുത്തെ കുറച്ച് ഫേമസ് ഒരു സാധനം. ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ഈ ഒരു സാധനമാണ്. സൈക്കിള് നോക്കിയേ, സൈക്കിളിന്റെ കളിയാണ്. നമ്മളിനി പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പം അമ്മല അവിടെ വീട്ടിലുണ്ട്. ഓടി ചെന്നിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇത് വീട്ടിൽ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. ഇപ്പോൾ സമയം 12:40. 1:06 ട്രെയിനിന് കയറിയിട്ട് നമ്മൾ പോകുന്നത് റോട്ടർഡാമിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. റോട്ടർഡാം ഇവിടുന്ന്
15 മിനിറ്റേ ഉള്ളൂ ട്രെയിനിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ദേ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ബാൻഡ്, എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ബാൻഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. നൈസ്. ഇതൊരു ആലപ്പുഴ വൈബില്ലേ, നല്ല രസമുണ്ട്. അപ്പൊ ഇതാണ് നമ്മള് ഇന്ന് ലഞ്ചിന് ബുക്ക് ചെയ്ത റെസ്റ്റോറന്റ്. അങ്ങോട്ട് കയറുകയാണേ. എന്നെയല്ല സിസിലിയാണ്, മറ്റേ ശരിയല്ല. എന്താ പറഞ്ഞ പച്ചരി അല്ല, ജനോവീസ്. അതാ പച്ചരി, അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. സ്പെഗറ്റി, ലിംഗ്വീനി, അല്ലോ, സ്കോഗ്ലോയോ. അപ്പൊ നമ്മള് ഒരു ഇറ്റാലിയൻ ചീസ് ബോർഡാണ് വന്നേക്കുന്നത്. അപ്പൊ ചീസ് ബോർഡിനകത്ത് കുറച്ച് ചീസ് വരും, പിന്നെ ബ്രെഡ് ടോസ്റ്റ്, കുറച്ച് ഒലിവ്സ്, പിന്നെ സലാമി, പിന്നെന്താ ഉള്ള ക്ഷണികൾക്ക് സലാമി ഉണ്ട്, പിന്നെ വേറെ മീറ്റ് ഉണ്ട്. പിന്നെതാ ഇത് അറാഞ്ചിനി ബോൾസ് എന്ന് പറയും. അറാഞ്ചിനി ബോൾസ് ഇറ്റാലിയൻ ഡിഷാണ്, നല്ല ടേസ്റ്റുള്ള സാധനം. പിന്നെ ബോളായിട്ടാണ് മുകളിൽ എന്തായിട്ട് ചീസ് ഷ്രെഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇത് മാമാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി മെർലിൻ, അവളുടെ ഗിഫ്റ്റാണിത് ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഉള്ളതും പിന്നെ കേക്കും. അപ്പോൾ താങ്ക് യു മാവി അച്ചാച്ചാ. അമലയാണ് എല്ലാം ഓർഗനൈസ് ചെയ്തത്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. തെറ്റിച്ചാണെങ്കിലും കൊണ്ടുവന്നു. ഞാൻ തെറ്റിച്ചില്ല, കറക്റ്റ് എത്തിച്ചു ഗൈസ്. പക്ഷെ ഇടയ്ക്കൊന്ന് വഴി തെറ്റിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ചേച്ചി വഴി തെറ്റിക്കാൻ നോക്കി. ഇടയ്ക്ക് ഇവിടെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ പെട്ടെന്ന് മേടിച്ചു ഇവിടെയാണ്. ഇനി അമല അടുത്ത വട്ടം വരുമ്പോ ഇതിനും ശോകമായിരിക്കും. അല്ലല്ല, നെതർലൻഡ്സ് അവരുടെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു അടുത്ത ലെവലിലോട്ട് പോകുന്നതായിരിക്കും. എന്തോ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ കാർണിവോറ, ഈ റെസ്റ്റോറൻറ്റിന്റെ സിഗ്നേച്ചറാണ്. To you, happy birthday to you, happy birthday dear Carmi. ഇപ്പൊ ബർത്ത്ഡേയുടെ കേക്ക് എല്ലാം കട്ട് ചെയ്തു, ഇറങ്ങാൻ നിൽക്കുക. ജസ്റ്റ് നമ്മൾ നിന്ന ആ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിന്റെ ബേസ്മെന്റ് നോക്കിക്കണേ, നല്ല രസമുണ്ട് കാണാൻ. നോക്കി, ഇതിവരിവിടെ വൈനൊക്കെ സൂക്ഷിക്കുന്നതാണെന്ന് തോന്നുന്നത്, സെല്ലാറ് പോലെ. ഓ, ഒരു പള്ളിയുടെ ഇതുപോലെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ എനിക്കൊരു പേടി തോന്നുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, കർത്താവായോണ്ട് സീനില്ല. ഇത് ഫീമെയിൽ പക്ഷേ ഉണ്ടല്ലോ, രാത്രിയൊക്കെ വന്ന് കുറച്ച് പേടിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതിൻ്റെ ബേസ്മെൻറ്റ് ഭയങ്കര ചെറിയൊരു സ്കേറിയല്ല, ഒരു പള്ളിയുടെ തീം പോലെയാണേ. മേ ബി ഇത് പണ്ട് വല്ല പള്ളിയോ അങ്ങനെ വല്ലതൊക്കെ ആയിരുന്നിരിക്കാം. അപ്പോൾ ഇതാണ് റോട്ടർഡാം ബ്ലാക്ക്. റോട്ടർഡാം സെൻട്രം അല്ല, റോട്ടർഡാം ബ്ലാക്ക്.
ഇവിടെയും ട്രാം ഉണ്ട്. ഇങ്ങോട്ട് നമ്മൾ സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണേ. ഇവിടെ ഉണ്ടല്ലോ ഒരു യൂസ്ഡ് മാർക്കറ്റ്. കുറേ സാധനങ്ങൾ, യൂസ്ഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സും അപ്പുറത്ത് കുറച്ച് ടോയ്സും ഡ്രസ്സും ഒക്കെ ഉണ്ട്. ആൾക്കാർ വഴിയിലിരുന്ന് വിൽക്കുന്നു. ടിക്കറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്കാൻ ചെയ്ത്, ഇത് അമലു എടുത്തു തന്ന്, അമലുവിൻ്റെ ആപ്പിൽ നിന്ന് അവൾക്ക് ടിക്കറ്റ്സ് 2 എണ്ണം വെച്ചിട്ട് ഫ്രീ ആണ്. അപ്പോൾ വീക്കെൻഡ്സ് ഫ്രീ ആണ്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ 40% ഓഫും ഉണ്ട്. വീക്കെൻഡ്സ് ആണെങ്കിൽ ഫ്രീ ആണ്. അപ്പം അങ്ങനെ എടുത്ത ടിക്കറ്റാണ്. പ്ലാറ്റ്ഫോം 2. അപ്പം അങ്ങോട്ട് ഇതാണേ ഇവിടുത്തെ ട്രെയിൻ. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ? ഇവിടുത്തെ ട്രെയിൻ നല്ല ഹൈറ്റാട്ടോ. ഒരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അത് ഞങ്ങൾക്ക് വായിക്കാൻ അറിയാം. അമലെ ഇതൊക്കെ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അത് സ്റ്റേഷൻ, ഇത് കനാല്, ഇത് ബോട്ട്, അത് സ്റ്റുഡന്റ് ഹൗസ്, കോഫി ഷോപ്പ് അല്ല, കോപ്പീസ്. ഫോട്ടോകോപ്പിയോ? ഓ, നീ എന്തിനാ ഫോട്ടോകോപ്പി എടുക്കുന്നത്? അതൊരു പിക്കപ്പ് പോയിന്റ്. ഇവിടുത്തെ ഈ സൈക്കിൾ കൾച്ചർ പറയാതെ വയ്യ കേട്ടോ. ചുമ്മാ 1-2 പേരോ അല്ലെങ്കിൽ കുറച്ച് മെജോറിറ്റി ആൾക്കാരല്ല ഓടിക്കുന്നത്. മെജോറിറ്റിയെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇവിടെ സൈക്കിൾ പ്രിഫർ ചെയ്യുന്നു, സൈക്കിൾ ഓടിക്കുകയും ചെയ്യുന്നു. ഒത്തിരി പ്രായമുള്ള ആൾക്കാർ വരെ സൈക്കിൾ ഓടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി പ്രായമുള്ള 80+ ഉള്ള ആൾക്കാർ വരെ ഈസി ആയിട്ട് സൈക്കിൾ ഓടിക്കുന്നു. അത് അവർ ഇതിൻ്റെ അവരുടെ ഒരു ഹാബിറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ചെറുപ്പത്തിലേ ഓടിച്ച് ആ ഒരു ഏജ് എത്തുമ്പോഴേ അവർക്ക് സൈക്കിൾ ഓടിക്കാനുള്ള ആരോഗ്യമുണ്ട്. അതൊരു ഭയങ്കര അടിപൊളി കൾച്ചർ. നമ്മളിപ്പോൾ ഈ കിങ്സ് ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ വെറുതെ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവരുടെ. ഓക്കെ, ഹായ് സിസ്റ്റേഴ്സ്, നൈസ്. നമ്മളെ ഇപ്പോൾ എല്ലാവരും പിന്നെ ഓറഞ്ച് ടീഷർട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസ് ഒക്കെ ആണല്ലോ ഇട്ട് കിടക്കുന്നത്. ഞങ്ങളുടെ ഒരു ആക്സസറി ഒന്നുമില്ല. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടുത്തെ ഹെമ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അത് മതി. ഇത് ഞാൻ നോക്കി. അത് കണ്ണട. ഓ, കണ്ണട നൈസ് അല്ലേ? ചേട്ടായി തൊപ്പി വെക്കാനോ. ഇങ്ങനത്തെ നമുക്ക് ആക്സസറീസ് ഒക്കെ കിട്ടിയതേ. ഞങ്ങളും ഇപ്പൊ ആ ഒരു മോഡിലായി. ഡച്ച് സ്ക്വാഡിലിടാന്നോ? ഈ വ്യൂ കണ്ട് മടുത്തിട്ടുണ്ടാവില്ലേ? പക്ഷേ ഈ വ്യൂ ആണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള വ്യൂ. പിന്നെന്തിരിയാ
പിന്നെ തെറ്റിയോ? അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും എത്തും. അതാണ് അമലയുടെ ടാഗ് ലൈൻ ആണിത്. അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും എത്തും. സമയം കൂടുതൽ ഒരു മണിക്കൂർ എക്സ്ട്രാ എടുക്കും. അതിനാണോ ഇത്ര ഇത്? ഓക്കെ, വീടുകള് ഓക്കെ, വീടുകളൊക്കെ എന്ത് രസമാന്ന് നോക്കി. ഈ ഭാഗത്തെ വീടുകൾ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട്. വാവ്, ജനലൊക്കെ. അതെന്താണ് ആ ബിൽഡിങ്ങിന് ഇച്ചിരി ഹൈറ്റ് കൂടുതല്? എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇതിലെ കൂടെ ഒക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് പാസ്സായി, നിങ്ങൾ പാസ്സായി. ഇത് പാർക്ക് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കും. ഭയങ്കര കഴിവായി. ഇതിവിടെ പാർക്ക് ചെയ്യല്ലേ? മറ്റേ ഇതിനകത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ ഭയങ്കര കുതിരവട്ടം പപ്പു പറയുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ അല്ലേ? ഒന്നങ്ങോട്ടോ സ്റ്റിയറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ വെള്ളത്തിൽ കിടക്കും. ഫുള്ള് ഇതിപ്പോ ഈ നെതർലൻഡ്സ് ഫ്ലാഗ് എപ്പോഴും ഉണ്ടാവില്ലേ ഈ വീടുകളില്? ഇല്ല, ഇപ്പൊ ഇത് കിങ്സ് ഡേ സ്പെഷ്യലാ? ഞാൻ വിചാരിച്ചു ആ ഫ്ലാഗ് എപ്പോഴും ഉണ്ടാവും. ആ ഒരു ഓറഞ്ച് സാധനമായിരിക്കും. ഓ, ഒരു വീടിന്റെ മുന്നിൽ നോക്കി, നല്ല രസം. എല്ലാവരും ഒരു മരമെങ്കിലും വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇതാണ്, ബ്രിക്കാണ്. എന്നിട്ടും ഇവിടെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഏരിയ കുറച്ചും കൂടെ റെസിഡൻഷ്യലാണോ? അല്ലേ? ഇനിയിപ്പോൾ കടകൾ തുടങ്ങുക അല്ലേ? പക്ഷെ ഇപ്പം നമ്മൾ വന്ന ഈ ഏരിയ റെസിഡൻഷ്യലായിരുന്നു തോന്നുന്നു. ഇവിടെയൊക്കെ ഇപ്പം കടയായി. സൈക്കിൾ. ഇത് സെൻട്രം അല്ലേ? അല്ല, പാർട്ടി ഏരിയ അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ഡേ ഇല്ല അവർക്ക്. ഇങ്ങനെ ഇത് കാണിക്കാൻ ഓസ്ട്രേലിയ ഡേ ഉണ്ട്. അല്ല, ഓസ്ട്രേലിയ ഉണ്ട്, പക്ഷെ ഇങ്ങനെ പാർട്ടി പോലെയല്ല. ഇതാണ് ഡെൽഫ്റ്റിലെ ഒരു പള്ളി. ഇത് ഒന്നെങ്കിൽ ഇത് ഓൾഡ് ചേർച്ച് അല്ലെങ്കിൽ ഇത് ന്യൂ ചേർച്ച്. കാരണം ഏതാണെന്ന് എനിക്കറിയത്തില്ല, നോക്കിയിട്ട് മനസ്സിലായില്ല. ഇത് ഓൾഡ് ചേർച്ച് ആണെങ്കിൽ മറ്റേത് ന്യൂ ചേർച്ച്, അങ്ങനെ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കിങ്സ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലായിടത്തും ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ അല്ലേ? ഞാൻ ഇതിന് മുന്നേ ഒരു ഔട്ട്രോ എടുത്തപ്പോ ഞാൻ കട്ടെന്ന് പറഞ്ഞു. അതെനിക്ക് എഡിറ്റ് ചെയ്യുമ്പോ സൗകര്യത്തിന് വേണ്ടിട്ട്. അപ്പൊ കട്ടെന്നുള്ള ഭാഗത്ത് എനിക്ക് കട്ട് ചെയ്യാലോ. അതെ, എന്നെ കളിയാക്കുന്നു. ഞാൻ തന്നെ കട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂറോപ്പ് സീരീസിന്റെ ലാസ്റ്റ് വ്ലോഗ്. ഈ കച്ചറകൾ ഇവിടെ വന്നിട്ട് വർത്തമാനം പറയുന്നു. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. നാളെ രാവിലെ ഇവിടുന്ന് നമ്മൾ ആംസ്റ്റർഡാമിൽ തിരിച്ച് പാരീസ് പോകുന്നു. പാരീസിന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ ഈ വ്ലോഗുകൾ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. എല്ലാവരും കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ബൈ.